ചില വീടുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സാധാരണമാണ്. ചില കുടുംബങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷകരമാണ്. പക്ഷെ ഒരു വീട്ടിന്റെ മതിലുകൾക്കുള്ളിൽ നടക്കുന്നത് ലോകം മുഴുവൻ അറിയണമെന്നില്ല. 2018 ഡൽഹി നഗരത്തിലെ ഒരു സാധാരണ പ്രദേശം ഒരു കുടുംബം ഒരേ രാത്രിയിൽ ലോകം മുഴുവൻ ചോദിച്ച ഒരു ചോദ്യമായി മാറി. കൊലപാതകമോ, അപകടമോ, അല്ലെങ്കിൽ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരുന്ന ഒരു വിശ്വാസത്തിന്റെ കഥയോ? ഈ സംഭവം ഇന്ത്യയെ മാത്രമല്ല, ലോകത്തെയാകെ ഞെട്ടിച്ചു. ഇത് ഒരു ക്രൈം സ്റ്റോറി മാത്രമല്ല, ഇത് മനുഷ്യന്റെ മനസ്സിന്റെ കഥയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് 2018 ഡൽഹിയിലെ ബുരാരി പ്രദേശത്ത് നടന്ന ലോകം മുഴുവൻ ബുരാരി ഡെത്ത്സ് എന്നറിയുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ്. ജൂലൈ 1 ഉത്തർപ്രദേശിലെ ബുരാരി ഗ്രാമത്തിലെ ശാന്തിനഗർ ഒരു വീട്ടിൽ വിചിത്രമായ ഒരു സംഭവം നടന്നു. ഈ തെരുവിൽ ഭാട്ടിയ കുടുംബം താമസിച്ചിരുന്നു. ഇവർക്ക് വീടിനോട് ചേർന്ന് തന്നെ ഒരു പലചരക്ക് കടയുണ്ട്. എന്നും പതിവായി 5 മണിക്ക് മുടങ്ങാതെ തുറന്നിരുന്ന ഒരു കടയായിരുന്നു. അവിടെ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്നവരായിരുന്നു അവിടെയുള്ളവർ. അന്നേ ദിവസം മണി 6 ആ കട തുറന്നില്ല. അയൽപക്കത്ത് താമസിച്ചിരുന്നവർ കടയുടെ മുന്നിൽ കട തുറക്കുന്നതും കാത്തുനിന്നു. അവർ നോക്കുമ്പോൾ വീടിനു മുന്നിൽ പാല് വെച്ചതും എടുത്തിട്ടില്ല. ഇത് കണ്ട് സംശയം തോന്നിയ ഒരാൾ തനിക്ക് പരിചയമുള്ള ആ വീട്ടിലെ ഒരംഗത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഫോൺ റിംഗ് അടിച്ച് നിൽക്കുന്നതല്ലാതെ അയാൾ എടുക്കുന്നില്ല. പോകും തോറും കടയ്ക്ക് മുകളിലെ തിരക്ക് വർദ്ധിച്ചു വന്നു. ഈ കട എന്തുകൊണ്ടാണ് തുറക്കാത്തത് എന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം അന്നുവരെ ഒരു ദിവസം പോലും കട മുടങ്ങാതെ തുറന്നിരുന്നു. വാതിൽ ഒന്ന് മുട്ടി നോക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് വാതിൽ പൂട്ടിയിട്ടില്ല, വാതിൽ ചാരിയിട്ടേ ഉള്ളൂ എന്ന്. വാതിൽ തള്ളി തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ അവർ കണ്ട കാഴ്ച ആരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ആ വീടിന്റെ 1-ാം നിലയുടെ മേൽക്കൂരയിൽ വട്ടത്തിനെന്നോണം ഒന്നിനു പിന്നാലെ ഒന്നായി തുണിയിൽ തൂങ്ങിക്കിടന്ന് ആടുകയാണ് ആ കുടുംബത്തിലെ 9 ശരീരങ്ങൾ. പിന്നീട് കുറച്ചു മാസങ്ങളോളം ഇന്ത്യൻ ജനതയെ മുൾഭയനത്തിന്റെയും സംശയത്തിന്റെയും മുൾമുനയിൽ നിർത്തിയ ഒന്നായി മാറി ബുരാരി കേസ്.